അൽഹംദുലില്ലാ. ഇനി പറയുന്ന കാര്യം എന്താണ്? മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞു തന്നെയാണ് പറയണത്. പക്ഷെ അത് പാട്ട് പാടി പറയണില്ല. 11 സാധനങ്ങൾ സ്വർഗത്തിലുണ്ട്. 11 സാധനങ്ങൾ സ്വർഗത്തിലുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജിൻ്റെ രാത്രിയിൽ വാഹനമായി കൊണ്ടുവന്നു കൊടുത്ത, സ്വർഗത്തു നിന്നും കൊണ്ടുവന്ന ബുറാക്കാണ്. ബുറാക്കിനെ സംബന്ധിച്ചൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പലതും പറയുന്നുണ്ട്. അവിടേക്കൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അങ്ങനൊരു സംഭവമുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ പറയാൻ അറിയാത്തത് കൊണ്ടല്ല, പറഞ്ഞാൽ പിന്നെയും പോലെ മറ്റു ട്രോളും. അതുകൊണ്ടാണ്. അപ്പോൾ ബുറാഖ് എന്ന് പറയുന്ന സാധനം, അത് മിഅ്റാജിൻ്റെ രാത്രിയിൽ അള്ളാഹിൻ്റെ റസൂൽ വാഹനമായിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ കൊടുന്നു കൊടുത്തത് തന്നെയാണ്. അപ്പോൾ ആ ബുറാഖ് സ്വർഗത്തിലുണ്ട്. രണ്ടാമത്തത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. ലോകം അടക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാർ 4 ആളാണെന്ന്. ഒന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം, ഒന്ന് സുലൈമാൻ നബിയുടെ പെണ്ണുങ്ങൾ ബൽക്കീസ് റാണി, പിന്നെന്താ ശദ്ദാദ് ബിൻ മുആദ്, അങ്ങനെ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ 4 ആൾക്കാരെ ഇന്ന് ലോകം അടക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാർ. അതിൽപ്പെട്ട ഒരാളാണ് മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. അപ്പോൾ സുലൈമാൻ നബിക്ക് അലൈഹി ഇസ്ലാം എനിക്ക് നടന്നു പോകുമ്പോൾ ഖുർആൻ തന്നെ ആ കഥ വിവരിച്ചിട്ടുണ്ട്. എറുമ്പുകൾ വരുമ്പോൾ സുലൈമാൻ നബിയും പട്ടാളം അങ്ങനെ വരുന്ന സമയത്ത് ഉറുമ്പിൻ്റെ നേതാവ് പറഞ്ഞു, മക്കളെ, കുട്ടികളെ, വേഗം മാളത്തിൽ കയറി ഒളിച്ചോളീന്ന് പറഞ്ഞു. ഉദ്ഖുലൂഫി മസാക്കിനിക്കും. അപ്പോൾ വേഗം മാളത്തിൽ കടന്നു കൂടിക്കോളി, അല്ലെങ്കിൽ സുലൈമാനും പട്ടാളവും അറിയാതെ ചവിട്ടിപ്പോവും എന്ന് ഉറുമ്പിൻ്റെ നേതാവ് പറഞ്ഞു. ആ ഉറുമ്പ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉറുമ്പും സ്വർഗത്തിലാണ്. പിന്നെ ഏതാണ്? അതിഥിക്ക് സൽക്കരിക്കാൻ വേണ്ടി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അറുത്ത പശുക്കുട്ടി, അതും സ്വർഗത്തിലാണ്. ഒരതിഥി വന്നപ്പോഴേ, നമുക്ക് അങ്ങനെ ഒരു മര്യാദയൊന്നുമില്ല. നമുക്ക് അതിഥി വന്ന വായിലടച്ച് ഉള്ളിലിരിക്കണ പരിപാടിയാണ്. ഇവിടെ ഇല്ല എന്ന് പറയാൻ പറഞ്ഞ പരിപാടി. ഇബ്രാഹിം നബി അങ്ങനെയൊന്നല്ല. ഒരു അതിഥിനെ കണ്ടാൽ അതിനെ എങ്ങനെ സൽക്കരിക്കാൻ പറ്റുക അങ്ങനെ സൽക്കരിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അതിനെ സൽക്കരിക്കാൻ വേണ്ടി ചെറിയ പശുക്കുട്ടിനെ അറുത്തു എന്ന് പറഞ്ഞു. മുലകുടി പറ്റാത്ത പശുക്കുട്ടി. അങ്ങനെ സുബ്ഹാനല്ലാഹ്, മുലകുടി തന്നെ, മുലകുടിക്കണ കുട്ടിയായിരുന്നു ആ പശുക്കുട്ടിനെ അറുത്തത്. അപ്പോൾ തള്ളപ്പാകെ വിഷമത്തിലായി. പശുക്കുട്ടിനെ അറുത്തപ്പോൾ വിരുന്നേരെ സൽക്കരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി ചെയ്ത പണിയാണ്. പക്ഷേ അപ്പോൾ എല്ലും കോലൊക്കെ വന്നിട്ട് എന്ത് ചെയ്തു? ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് ചിറകേട്ട് തന്നെ തടയി. ഉടനടി ഇത് ചേർന്നു, തള്ളൻ്റെ അടുത്ത് ഓടിച്ചെന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വിരുന്നേരെ സൽക്കരിച്ചത് കാരണം അങ്ങനെ ഒരു ഇതും കൂടി അള്ളാഹു ഇബ്രാഹിം നബിക്ക് നൽകി. അപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിരുന്നുകാരെ സൽക്കരിക്കാൻ വേണ്ടി അറുത്ത ആ പശുക്കുട്ടി, അത് സ്വർഗത്തിലാണ്. പിന്നെ 4-മത്തതാരാണ്? 4-മത്തെ ജീവി ഏതാണ്? ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹിൻ്റെ പുന്നാരപുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. വലിയൊരുനാക്ക് നമ്മളറുക്കേണ്ട സ്ഥാനത്ത് അറുത്തില്ലേ? അറുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തുനിന്ന് ഒരു ആടിനെ കൊണ്ടു കൊടുത്തു. നമ്മുടെ കുട്ടി ഇതിനർത്ഥം എൻ്റെ ഇസ്മായിലിൻ്റെ കൗത്ത് മുറിയണില്ലെങ്കിൽ, കൗത്ത് മുറിയാത്ത എന്താ? അള്ളാഹു കത്തിക്ക് മൂർച്ച കൊടുത്തിട്ടില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിമിനെ തെയ്യിലിട്ടപ്പോൾ തെയ്യിലെന്തായി? പൂനൂ എന്താ? കുൽനായ നാറുകൂനി ബർദംബ സലാമനല ഇബ്രാഹിം. കേട്ടോ, കുൽനായ നാറുകൂനി, തിജ്ജ ജാകുക, എന്ത്? തീയെ നീ ആകുക. അങ്ങനെയാണ് അത്. മലയാളം മറ്റേ ഒറിജിനൽ ഭാഷയാണത്. എജ്ജ പജ്ജ നെജ്ജ ഗജ്ജ എന്നുള്ളതൊക്കെ. അപ്പോൾ ഒറിജിനൽ ഭാഷ അതാണ്. ആൾക്കാർ കളിയാക്കാതിരിക്കാനുള്ള ഭാഷയാണ് നെയ്യ്. അപ്പോൾ തീയെ നീ ആകുക. എന്താകുക? ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമാകണം എന്നാണ്. തണുപ്പ് മാത്രമായ പണിയാവും. തണുപ്പായ രക്തം കട്ടയും മരിച്ചു. അപ്പോൾ ബർദംബ സലാമ എന്ന ഖുർആൻ്റെ പ്രയോഗം കണ്ടപ്പോൾ രക്ഷയുമാകണം. അങ്ങനെ ഖലീലുല്ലാഹ്ക്ക് അവിടെ തീയിലെന്തായി? രക്ഷ കൊടുത്ത അള്ളാഹു തന്നെ മകന് കത്തി എത്ര മൂർച്ച കൂട്ടി അറുത്തിട്ടും മകന് മുറിയണില്ല, കൗത്ത് മുറിയണില്ല. അപ്പോൾ മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ആടിനെ കൊണ്ടു കൊടുത്തു. നമ്മുടെ കുട്ടി ഇതിനർത്ഥോർന്നു. ആ ആടും സ്വർഗത്തിലാണ്. പിന്നെ ഏതായതാണ്? അൽ ബഖറയിൽ ഒരു പശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടൊരു പശുവിനെ, ബനൂ ഇസ്രായേൽക്കാർ ഏത് പശുവിനെ ഇറക്കുന്നുണ്ട്, എങ്ങനത്തെയാണ് എന്താണെന്ന് അറിഞ്ഞൊക്കെ ചോദിച്ച് ഇങ്ങനെ മക്കാറാക്കിയപ്പോൾ ഓരോന്നങ്ങോട്ട് മക്കാറ 4 നടത്തിച്ചു. അങ്ങനെ ലാസ്റ്റ് ഒരു കുട്ടിരത്തൊരു പശുവിനെ കിട്ടി. ആ പശു, അപ്പോൾ ആ പശുവും സ്വർഗത്തിലാണ്. പിന്നെ ഏതാണ്? സ്വർഗത്തിലെ അൽ കഹ്ഫിൻ്റെ നായയാണ്. 300 വർഷം അള്ളാഹു ഉറക്കിക്കിടത്തി പിന്നെ അൽ കഹ്ഫിനെ
ഗുഹാവാസികളായ 7 ചെറുപ്പക്കാരെ. അവരോട് കൂടെ ഒരു നായ ഉണ്ടായിരുന്നു. ആ നായയും ഗുഹാമുഖത്ത് കാൽ പരത്തിയതായ നിലയിൽ കിടപ്പാണെന്നാണ്. അപ്പോൾ കൽബുഹും ബാസുത്തും ദുറാഇഹിൽ വസീദ് ഉണ്ടോ. അപ്പോൾ നായ കടിച്ചാൻ വരുമ്പോൾ ഇത് പറഞ്ഞാൽ നായക്ക് അന്തം വിടുന്നാറ്. നായ അന്തം വിടുന്നു. അപ്പോൾ നായ കടിച്ചാൻ വരില്ലെന്നാ. അപ്പോൾ നായ കടിച്ചാൻ വരുമ്പോൾ കൽബുഹും ബാസുത്തും ദിറാഇഹിൽ വസീദ് 3 വട്ടം പറഞ്ഞാൽ മതി. എന്നാലെന്താവും, നായ കടിച്ചാൻ വരില്ല. നായക്ക് അവിടെ ഫീലിംഗ് ആയി അവിടെ നിൽക്കുന്നവർ. അപ്പോൾ അതാണ് അൽക്കഹഫിൻ്റെ നായ. അപ്പോൾ അൽക്കഹഫിൻ്റെ നായയും സ്വർഗത്തിലാണ്. പിന്നെ ഉസൈർ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഴുതയാണ്. നബിക്കുള്ള യാത്രയിൽ ചത്തതാണതു, പിന്നെ 100 വർഷം കഴിഞ്ഞ് ഹയ്യായി പൊന്നേ. യാത്ര ചെയ്യുമ്പോൾ മുപ്പര് മരത്തിലോട്ടിൽ അതിനെ കെട്ടിട്ടു, കുതിരനെ, ഉസൈർ നബിയുടെ കഴുത. പിന്നെ 100 വർഷം കഴിഞ്ഞിട്ടാണ് അത് ജീവിപ്പിച്ചു അതിനെ. ആ കഴുതയും ഉസൈർ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഴുതയും സ്വർഗത്തിലാണ്. പിന്നെ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടകം, സ്വാലിഹ് നബി പാറയിൽ നിന്നും പുറപ്പെടുവിച്ച ഒട്ടകം, ആ ഒട്ടകവും സ്വർഗത്തിലാണ്. പിന്നെ 9ാമത്തേതോ മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം, അത് എല്ലാ കത്തുകളും കൊടുത്തയച്ചിരുന്ന ഹുദ്ഹുദ എന്ന് പറയുന്ന, നമ്മൾ പറയുന്ന മരക്കൊത്തം ചാതി, ജനൽമേക്ക വന്നിട്ട് ടോം എന്ന് പറഞ്ഞ് കൊത്തൂല അതിന്, ആ സാധനം തന്നെ മരക്കൊത്തം. അതിന് അറബി പറയുന്ന പേരാണ് ഹുദ്ഹുദ. സുലൈമാൻ നബിയുടെ മെയിൻ സിവായി ആയിരുന്നു, പോസ്റ്റ്മാൻ ആയിരുന്നു. സിവായി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അറിയില്ല, പോസ്റ്റ്മാൻ. ബൽക്കീസ് റാണിക്ക് കത്ത് കൊണ്ട് കൊടുത്തത് മൂപ്പരാണ്, ഹുദ്ഹുദ. അപ്പോൾ ഈ ഹുദ്ഹുദയും സ്വർഗത്തിലാണ്. 10ാമത്തെ സ്വർഗത്തിൽ കിടക്കുന്ന ജീവി ഏതാണ്? മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ വിഴുങ്ങിയ മത്സ്യമാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ വിഴുങ്ങാൻ പറഞ്ഞു അള്ളാഹു. ഉടനെ തന്നെ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു മീനിനോട്, മീനെ ഞാനണക്ക് ഭക്ഷണമാക്കിയിട്ടില്ല കേട്ടോ യൂനുസിനെ, തൽക്കാലം അവിടെ പിടിച്ചേച്ചാൽ മതിയായിരുന്നു. ഭക്ഷണമാക്കിയാൽ കടിച്ചു മുറിച്ചും, പക്ഷേ അത് ചെയ്തില്ല, അതിൻ്റെ ഉള്ളിൽ പാത്തേച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അതാണ് യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ വിഴുങ്ങിയതായ മത്സ്യം, അത് സ്വർഗത്തിലാണ്. പിന്നെ ആരാണ്? പിന്നെ പറയുന്നത് മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ പറഞ്ഞില്ലേ യാക്കൂബ് നബിനോട്, വാപ്പാ യൂസുഫിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചെന്നായനെ വില വെച്ച് മരിന്ന് കൂടുന്നു, വാപ്പാൻ്റെ അടുത്ത് കൊടുന്നു, യാക്കൂബ് നബിയുടെ അടുത്ത് കൊടുന്നിട്ട് പറഞ്ഞു, എന്താ വാപ്പ ഞങ്ങൾ കൊടുന്നിക്കണോ, ഈ ചെന്നായാണ്. ചെന്നായനോട് ചോദിച്ചു നോക്കി, യൂസുഫിനെ ചെന്നായ പിടിച്ചിക്കണോ അല്ലേ? അപ്പോൾ ചെന്നായ പിടിച്ചിട്ടില്ല. ചെന്നായ പറഞ്ഞു, ഞാൻ നബിയെ നിങ്ങളുടെ മുൻഗാമികളായിരിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയൊക്കെ സുഹുഫിൽ ഏടുകളിൽ പറഞ്ഞ നബിമാരുടെ ഇറച്ചി ഞങ്ങൾക്ക് ഹറാമാണെന്നല്ലേ പറഞ്ഞേക്കണേ, പിന്നെ എങ്ങനെ നിങ്ങളെ മക്കളെ ഞങ്ങൾ തിന്നുക എന്നാണ് ചെന്നായ ചോദിച്ചത്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് ആ സമയം ചെന്നായ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. ആ ചെന്നായ, യാക്കൂബ് നബിയുടെ ചെന്നായ, അതും സ്വർഗത്തിലാണ്. അപ്പോൾ 11 സാധനങ്ങൾ സ്വർഗത്തിലാണെന്ന് ഖാല റഷീദു അസ്സ വജൽ. ശരി, ഓക്കെ.